ടോപ്പിക്കാണ് ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ്. വാട്ട് ഡു വി ഡു വിത്ത് ബ്രോക്കൺ ആൻഡ് അൺയൂസബിൾ പ്ലാസ്റ്റിക് ഐറ്റം അറ്റ് ഹോം? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ പൊട്ടിപ്പോയ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യലെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങൾ എന്താ ചെയ്യല്? കമൻറ്റ് ചെയ്യൂ. മേക്കിംഗ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഗിവിംഗ് ദം ടു ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? യൂസിങ് ദം ടു മേക്ക് യൂസ്ഫുൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. നമുക്ക് ഉപയോഗപ്പെടുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കും. ഏതൊക്കെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കൽ? ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ പൊട്ടിപ്പോയ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ബേർഡ് ഫീഡേഴ്സ് ഉണ്ടാക്കാം അല്ലേ? അതായത് പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്തുണ്ടാക്കാം? സ്റ്റോറേജ് ബോക്സസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്തുണ്ടാക്കാം? ഗാർഡൻ പോട്ട്സ് ഉണ്ടാക്കാം. നമ്മൾ പൊട്ടിപ്പോയ പാത്രം എടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ പൂവൊക്കെ വെച്ചിട്ട് സെറ്റാക്കലില്ല, അതുപോലെ ഗാർഡൻ പോട്ട്സ് ഉണ്ടാക്കാം. ഇനി അടുത്തത്, ക്യാൻ ദീസ് ഐറ്റം ബി റീസൈക്കിൾഡ്? ഈ ഐറ്റം നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. യെസ്. ക്യാൻ എനി പ്രൊഡക്റ്റ് ബി മെയ്ഡ് ബൈ യൂട്ടിലൈസിങ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്? ഇതിലുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, നമുക്ക് പറ്റും. എങ്ങനെ? നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കണ്ടോ, അതെന്താണ്? ഒരു പ്ലാസ്റ്റിക് കൂട്ടാണ്, കുറേ പ്ലാസ്റ്റിക്കുകൾ. ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യും? ഉരുക്കിയെടുത്തിട്ട് അത് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? പിന്നെ അത് സോളിഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ സ്റ്റേറ്റ് മാറുന്നുണ്ട്. ഫസ്റ്റ് സോളിഡ് വേസ്റ്റ് എന്താവും? ലിക്വിഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? പിന്നെയും സോളിഡ് രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഹൗ ഈസ് ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് മെയ്ഡ് യൂസ്ഫുൾ ഇൻ റീസൈക്ലിംഗ്? എങ്ങനെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് യൂസ്ഫുൾ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സോളിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വെയിറ്റ് എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും? ലിക്വിഡ് ആക്കിയിട്ട് ഉരുക്കിയെടുക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും? പിന്നെയും മൗൾഡ് ചെയ്തെടുക്കും സോളിഡ് ആക്കിയിട്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് റീസൈക്ലിംഗ് എന്താണെന്നാണ് പറയുന്നത്. റീസൈക്ലിംഗ് എന്താ നിങ്ങൾക്ക് അറിയില്ല? റീസൈക്ലിംഗ് എന്താണെന്നുള്ളത്? റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുതിയ മെറ്റീരിയൽസ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുക. അപ്പോൾ റീസൈക്ലിങ്ങിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? റീസൈക്ലിംഗ് മീൻസ് കൺവേർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ടു ന്യൂ യൂസ്ഫുൾ പ്രൊഡക്റ്റ്. അതായത് വേസ്റ്റ് മെറ്റീരിയലിനെ പുതിയ ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇത് റീസൈക്ലിംഗ്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ നമുക്ക് എക്സാമ്പിൾ കാണാം. എക്സാമ്പിളിൽ എന്താ പറയുന്നത്? ആദ്യം തന്നെ ഒരു കൂട്ടം പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്. അതെന്താക്കി? ന്യൂ പ്ലാസ്റ്റിക് ബക്കറ്റും അതുപോലെ തന്നെ കണ്ടെയ്നറും ആക്കിയിട്ട് മാറ്റി. ആ പ്ലാസ്റ്റിക് കൂട്ടങ്ങൾ എടുത്തിട്ട് പുതിയ ബക്കറ്റും കണ്ടെയ്നറും ആക്കിയിട്ട് മാറ്റി. ഇനി അടുത്തതാണ് ഇത് മെറ്റൽ സ്ക്രാപ്സ് ആണുള്ളത്. അടുത്തതിൽ മെറ്റൽ സ്ക്രാപ്സ് ആയിട്ടുള്ള അയൺ, ബ്രാസ്, അലൂമിനിയം ഒക്കെ ഉണ്ട്. ഈ അയൺ, ബ്രാസ്, അലൂമിനിയം ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്തിട്ട് അതെന്താക്കി? പുതിയൊരു പാത്രമാക്കിയിട്ട് മാറ്റി. ന്യൂ യൂട്ടൻസിൽസ് ആക്കിയിട്ട് മാറ്റി. അടുത്തത് യൂസ്ഡ് പേപ്പേഴ്സ്, ഉപയോഗിച്ച് കളഞ്ഞ പേപ്പേഴ്സ് എടുത്തിട്ട് എന്താക്കിയിട്ട് മാറ്റി? പേപ്പർ ബാഗായിട്ട് മാറ്റി. അപ്പോൾ എന്തിനാണ് ഈ റീസൈക്ലിംഗ്? എന്തിനാണ് നമ്മൾ ഈ റീസൈക്ലിംഗ് ചെയ്യുന്നത്? റീസൈക്ലിങ്ങിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കൺവേർട്ടിങ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ടു ന്യൂ യൂസ്ഫുൾ പ്രൊഡക്റ്റ്. വേസ്റ്റിനെ നമ്മൾ പുതിയ ഉപകാരമുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു റിഡ്യൂസ് വേസ്റ്റ് ആൻഡ് സേവ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് വേസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും റീസൈക്ലിംഗ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താ? റീയൂസ് മീൻസ് യൂസിങ് ഓൾഡ് ഓർ അൺവാണ്ടഡ് ഐറ്റം എഗെയിൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. അതായത് പഴയ വസ്തുക്കളോ അല്ലെങ്കിൽ ഉപകാരപ്പെടാത്ത വസ്തുക്കളോ എടുത്തിട്ട് അത് വേറൊരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇവിടെ ഫിഗറിൽ കൊടുത്തതാണ് ടയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? വെഹിക്കിൾസിലാണ് ടയേഴ്സ് യൂസ് ചെയ്യുക. പക്ഷേ ടയേഴ്സ് പൊട്ടിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം? ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതാണ് പറയുന്നത് റീയൂസ് മീൻസ് യൂസിങ് ഓൾഡ് ഓർ അൺവാണ്ടഡ് ഐറ്റം എഗെയിൻ ഇൻ ഡിഫറെൻറ്റ് വേ. പഴയതോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതോ ഐറ്റം എന്ത് ചെയ്യുക? മറ്റൊരാവശ്യത്തിന്, നമ്മൾ എന്തിനാണോ അത് വാങ്ങിയത് ആ ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കുക. അടുത്തതാണ് എന്ത്? പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓർ ട്രേ ക്യാൻ ബി റീയൂസ്ഡ് ആസ് പ്ലാന്റേഴ്സ് ഓർ സ്റ്റോറേജ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രേസോ എടുത്തിട്ട് എന്ത് ചെയ്യാം? അത് പ്ലാന്റ് വെക്കാനും, അതായത് പ്ലാന്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് സ്റ്റോറേജ് ആവശ്യങ്ങൾക്കോ അത് നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ റീസൈക്ലിംഗ് എന്നും എന്താ റീയൂസ് എന്നും? റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് അത് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുക. റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താ? റീയൂസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കുക. നമ്മൾ എന്തിനാണോ അത് വാങ്ങിയത് അതിന് ഉപയോഗിക്കാതെ വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ ആൻഡ് സേവ്സ് എനർജി. റീയൂസ് എന്ത് ചെയ്യും? വേസ്റ്റിനെ കുറക്കും, അതുപോലെ തന്നെ പൊല്യൂഷനും കുറക്കും. എന്തിനാണ് ഈ റീയൂസും അതുപോലെ തന്നെ റീസൈക്ലിംഗ് ഒക്കെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പോയിസണസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പോയിസണസ് ഗ്യാസ് നമ്മുടെ ലിവിങ് ബീങ്സിന്, ജീവനുള്ള വസ്തുക്കൾക്ക് ദോഷം ചെയ്യും, അപ്പോൾ ഹാമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ റീയൂസും റീസൈക്ലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വി ക്യാൻ പ്രൊട്ടക്ട് നേച്ചർ ബൈ റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ബേണിംഗ് ഓർ ത്രോയിങ് ദം. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുക അല്ലെങ്കിൽ ബേൺ ചെയ്യുക എന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? അത് റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക.
അടുത്തത് എന്താ പറയേണ്ടത്, വി ഹാവ് ഡിസ്കസ്ഡ് ദി ഫിസിക്കൽ ചേഞ്ചസ് ഓഫ് വാക്സ്. നമ്മൾ വാക്സിനെയും വാട്ടറിനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിനും ഒക്കെ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ചേഞ്ചസ് ബീങ് യൂസ്ഡ് ഇൻ ലൈഫ് സിറ്റുവേഷൻ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് താഴെ എഴുതാനാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒന്ന് ഏതാണ്, ഗ്രൈൻഡിങ് റൈസ് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഫിസിക്കൽ ചേഞ്ചസ്, സൈസ് ഡിക്രീസസ്, ബിക്കംസ് പൗഡേർഡ്. അതെന്താവും, സൈസ് കുറയും, എന്നിട്ട് എന്താവും, പൗഡറായിട്ട് മാറും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, കട്ടിങ് ഹെയർ പറഞ്ഞൂടെ, നിങ്ങൾ മുടി വെട്ടലില്ലേ, മുടി വെട്ടുന്ന സമയത്ത് എന്തൊക്കെ മാറുന്നുണ്ട്, സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്സ്റ്റൻസ് റിമെയിൻ സെയിം. സബ്സ്റ്റൻസിൽ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷേ എന്തൊക്കെ മാറുന്നുണ്ട്, ഷേപ്പും സൈസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫോൾഡിങ് ക്ലോത്ത്സ്, നമ്മൾ വസ്ത്രങ്ങൾ മടക്കി വെക്കുന്ന സമയത്ത് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നോ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്, അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അവിടെയുള്ള ഫിസിക്കൽ ചേഞ്ച് എന്താണ്, ഷേപ്പ് ചേഞ്ചസ്. ഇനി അടുത്ത സിറ്റുവേഷനാണ് ഇത്, ഷാർപ്പനിങ് എ പെൻസിൽ. നിങ്ങൾ പെൻസിൽ കുറിപ്പിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ എന്താ ഫിസിക്കൽ ചേഞ്ച് എന്താ വരുന്നത്, ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഷേപ്പ് ചേഞ്ചസ്. വുഡ് ആൻഡ് ലെഡ് റിമെയിൻ സെയിം. ഇതിൽ വുഡിലും ലെഡിലൊന്നും മാറ്റം വരുന്നില്ല, പക്ഷേ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം, ക്രഷിങ് ആൻഡ് അലൂമിനിയം ക്യാൻ. ഒരു അലൂമിനിയം ക്യാൻ നമ്മൾ ക്രഷ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ ക്രഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫിസിക്കൽ ചേഞ്ച് എന്താ വരുന്നത്, ഷേപ്പ് ചേഞ്ചസ്. മെറ്റീരിയൽ റിമെയിൻസ് സെയിം, മെറ്റീരിയൽ സെയിം തന്നെയാണ്, പക്ഷേ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റിയ എക്സാമ്പിളാണ്. അടുത്തത്, ആൾ ആർ ചേഞ്ചസ് ഹാപ്പനിങ് അറൗണ്ട് അസ് ഫിസിക്കൽ ചേഞ്ച്. നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ച് ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, എല്ലാ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ച് അല്ല. അപ്പം അടുത്ത ചേഞ്ചിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.